ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പൊതുവേ EV വാഹനങ്ങൾ ഒരുപാട് കാണാറുണ്ട്. EV വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മളല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു ഫീച്ചറാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. എന്താണ് ശരിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ്? ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് റീജനറേഷൻ ഉണ്ടാകുന്നതാണോ? അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും പലർക്കും പല സംശയങ്ങൾ തോന്നാറുണ്ട്. ശരിക്കും റീജനറേറ്റീവ് മോഡ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും 3 മോഡുകളാണുള്ളത്. 3 മോഡുകൾ എന്ന് പറഞ്ഞാൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3. എന്തിനാണ് ഈ 3 മോഡുകൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും 3 സ്റ്റേജുകളാണെന്നുള്ളത്. അപ്പം എന്തിനാണ് ശരിക്കും ഇവിടെ 3 സ്റ്റേജ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, L1, L2, L3 ഇങ്ങനെയും അതിനെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ശരിക്കും എന്തിനാണ് ഈ 3 സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ലോഡ് കുറയ്ക്കുക. അതായത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം, നമ്മുടെ വാഹനം അതായത് IC എഞ്ചിൻസ് വരുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫ്യൂൽ അവിടെ കട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക്കൽ വാഹനങ്ങളാണെങ്കിൽ EVസിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എഞ്ചിൻ വരുന്നില്ല, മോട്ടറിൽ ചുമ്മാ ഫ്രീ ആയിട്ടാണ് ഇത് കറങ്ങുന്നത്. മോട്ടർ ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വാഹനത്തിൻ്റെ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്താൽ വാഹനം ചുമ്മാ സ്പീഡിലങ്ങ് പോകും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ മോട്ടറിലോട്ട് അല്ലെങ്കിൽ ആ മോട്ടറിലോട്ട് കൊടുക്കുന്ന കറണ്ട് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ റീജനറേറ്റീവ് ആകുകയാണ്. അതായത് ഈ വാഹനത്തിൻ്റെ മോട്ടറിൽ പിന്നെ ലോഡ് വരികയാണ്. ഈ ലോഡ് എത്രത്തോളം കൊടുക്കണം അല്ലെങ്കിൽ ആ ലോഡ് എത്ര കൊടുത്തു കഴിഞ്ഞാൽ റീജനറേഷൻ കിട്ടും, അതായത് കുറച്ച് ബാറ്ററി കൺസ്യൂം ചെയ്യാതെ വാഹനം ഓടും. അതായത് മോട്ടറിലോട്ട് കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിലോട്ട് കറണ്ട് ചെല്ലത്തില്ല, ആ മോട്ടറിൻ്റെ ലോഡ് അതായത് ലോഡ് കപ്പാസിറ്റി കൂടുകയും ചെയ്യും, ആ വാഹനത്തിന് അധികം കറങ്ങാൻ പറ്റത്തില്ല. അന്നേരം ഈ ടയറിൻ്റെ കറക്കം നേരെ മോട്ടറിലോട്ട് വരുന്ന സമയത്ത് വാഹനം സ്വാഭാവികമായിട്ട് ചെയ്യുന്ന തന്നെ സ്പീഡ് കുറയും. ഇതിനെയാണ് 3 സ്റ്റേജുകൾ എന്ന് പറയുന്നത്. അതായത് മോട്ടറിലോട്ട് കറണ്ട് കൊടുക്കാതെ മോട്ടറിലോട്ട് കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ ടയർ ഈ മോട്ടറിനെ കറക്കേണ്ട ഒരു അവസ്ഥ വരിക. ടയർ മോട്ടറിനെ കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാഹനത്തിൻ്റെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറയും. അങ്ങനെയാണെങ്കിൽ ഈ മോഡുകൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? അതായത് L1, L2, L3 എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന, അതായത് ഏകദേശം ഒരു വാഹനത്തിൻ്റെയൊക്കെ ടോപ്പ് റേഞ്ച് ഏകദേശം ഒരു 460 കിലോമീറ്ററൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും റിയൽ വേൾഡിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും ഒരു 460 പറയാം. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളതിൽ L1, L2, L3 ഇത് ഇട്ടില്ല, 0 ആണ് ഇട്ടിരിക്കുന്നത്. റീജനറേറ്റീവ് 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ചിലപ്പോൾ ഒരു 300 കിലോമീറ്റർ ആയിരിക്കും, 290 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ റീജനറേറ്റീവ് മോഡ് ഏറ്റവും ടോപ്പ് അതായത് 3ാമത്തെ സ്റ്റേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 400 അല്ലെങ്കിൽ ഒരു 380 ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ റീജനറേറ്റീവ് മോഡ് ഓൺ ആക്കിയിട്ട് അതായത് ലെവൽ 3ൽ തന്നെ ഇട്ട് പോയാൽ പോരെ? ഇങ്ങനൊരു സംശയം പലർക്കും മനസ്സിൽ വരുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം വന്നിരിക്കും. ഇങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റീജനറേറ്റീവ് മോഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 മോഡുകളുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, L1, L2, L3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L3 എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത് ഓടിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സിറ്റി ഡ്രൈവിൽ ചെയ്യുന്ന സമയത്ത്, അതായത് സിറ്റീസിൽ കൂടെ പ്രത്യേകിച്ചും ഹെവി ട്രാഫിക് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മോഡാണ് റീജനറേറ്റീവ് മോഡ് 3. അതായത് വാഹനത്തിൽ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ബ്രേക്കിലോട്ട് പോലും ചിലപ്പം കാല് വെക്കേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ബാറ്ററിയിൽ നിന്ന് അത്രയും കുറച്ച് കൺസ്യൂം ചെയ്ത് ടയറിൻ്റെ കറക്കം മോട്ടറിലോട്ട് കൊടുത്ത് അതിൻ്റെ ലോഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോഡ് കൂട്ടുന്ന സമയത്ത് മോട്ടോർ സ്വാഭാവികമായിട്ട് സ്ലോ ഡൗൺ ആവും, വാഹനവും മൊത്തത്തിലൊന്ന് സ്ലോ ഡൗൺ ആവും. ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ അത്യാവശ്യം ഒരു ഹൈവേയും സിറ്റീസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ പോകുന്ന രീതിക്ക് ഓടിക്കുന്ന സമയത്ത് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് റീജനറേറ്റീവ് മോഡ് 2 അല്ലെങ്കിൽ 1 യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 1 യൂസ് ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞൊരു മോഡ്. അതായത് സിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ 3 തന്നെ യൂസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ സിറ്റിയും ഇതും കൂടെ മിക്സ് ചെയ്ത് ഓടിക്കുകയാണ്. സിറ്റീസിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ റീജനറേറ്റീവ് മോഡ് കുറച്ചൊരു 2ലോട്ട് അല്ലെങ്കിൽ 1ലോട്ട് ആക്കുക. ഇനി നമ്മൾ ഹൈവേസിൽ പോകുന്ന സമയത്ത്, അതായത് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന അവസരം നല്ലൊരു ഹൈവേസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 0ലോട്ട് ഇടുക, റീജനറേറ്റീവ് മോഡ് ഓഫ് ചെയ്തിടുക. ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, അതന്നെ ഹൈവേസിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടണ്ടേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ച് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ ഒരു ഉത്തരം പറയുന്നത്. അതായത് നമ്മൾ ഹൈവേസിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് റീജനറേറ്റീവ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം ആക്സിലറേറ്റർ കൊടുത്ത് ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡൊക്കെ എത്തി ആക്സിലറേറ്ററിന് പതുക്കെ കാലെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ശരിക്കും റീജനറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ബ്രേക്കിംഗ് നമുക്ക് ആവശ്യം വരുന്നില്ല. അതായത്
ബ്രേക്കിംഗ് ആവശ്യം വരുന്നില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹൈവേ പോകുന്ന സമയത്ത് റീജനറേറ്റീവ് മോഡ് 3 കിടക്കുന്നതെങ്കിൽ ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്ന് ആക്സിലേറ്റർ കാലെടുക്കുമ്പോൾ, അതായത് ഒരു 60 കിലോമീറ്റർ ആയി ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് റേഞ്ച് താന്നുകൊണ്ടിരിക്കും, റേഞ്ച് കുറയും. ഈ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആക്സിലേറ്റർ കൊടുത്ത് ആ വാഹനം അത്രയും സ്പീഡാക്കി എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുള്ളതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ L1 എന്ന് പറയുന്ന ഒരു മോഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഒരു, ഞാൻ ഈ പറഞ്ഞ പോലെ മിക്സഡ് ആയിട്ട് നമ്മൾ വാഹനം ഓടിക്കുകയാണെന്നുള്ളത്, അതായത് സിറ്റീസും ഉണ്ട് ഹൈവേസും ഉണ്ട്, ഇങ്ങനെ മിക്സഡ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത സ്പീഡാണെങ്കിൽ അത് യൂസ് ചെയ്യാം. 0 ഒന്ന് യൂസ് ചെയ്യേണ്ടത്, അതായത് ഇത് ഒരിക്കലും യൂസ് ചെയ്യുന്ന റീജനറേറ്റീവ് മോഡ് 0 ആക്കിയിടേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈവേസിൽ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് 0 ആക്കിയിടുക. ഇനി മൂന്നാമത്തെ ലെവൽ എപ്പോഴും ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെവി ട്രാഫിക് ഒക്കെ ഉള്ള സമയത്ത് സിറ്റീസിൽ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് 3. അങ്ങനെ മൂന്നാമത്തെ L3 എന്ന് പറഞ്ഞ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാഹനത്തിൻ്റെ റേഞ്ച് കൂട്ടാൻ സാധിക്കും. കൂട്ടാൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നില്ല, വാഹനത്തിൻ്റെ ബാറ്ററി കൺസപ്ഷൻ വളരെ കുറയുന്നതായിരിക്കും.